എനിക്കതിപ്പോൾ കേരളത്തിൽ ഒരു ഫുഡ് തന്നെ പല രീതിയിൽ ആളുകൾ കുക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ മലബാറിലേക്ക് വരുമ്പോഴും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ സെയിം ഡിഷ് പല രീതിയിൽ കുക്ക് ചെയ്യുക. അപ്പോൾ ഷെഫിൻ്റെ ഏത് ജില്ലയിലാണ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ളത്? ഞാനിപ്പോൾ അത് ഒരു ആദ്യമൊക്കെ ഞാൻ കുറച്ച് ബയസായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പം എല്ലാവർക്കും സ്വന്തം നാട്ടിലെ ഫുഡിനോട് അത് പിന്നെ ഈ ഒരു മേഖലയിൽ ഒരു ഷെഫ് എന്ന നിലയിൽ കുക്ക് ചെയ്യുകയും കഴിക്കുകയും ട്രാവൽ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവും നമ്മുടെ ഇൻഡസ്ട്രിയിലെ. അപ്പോൾ ചില സ്ഥലങ്ങളിലെ എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ രീതിയുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇപ്പോൾ അതിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫുഡിൻ്റെ ഒരു വെറൈറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലബാറിൽ പോകുമ്പം അല്ലെങ്കിൽ എസ്പെഷ്യലി കോഴിക്കോട്, കണ്ണൂർ ഇങ്ങനെയൊക്കെ പോകുമ്പം നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള വ്യത്യസ്തതകളുണ്ട്. അത് സെയിം അതിനു മുമ്പ് ഞാൻ പണ്ട് പോയി കഴിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. അന്നേരവും നമ്മൾ വിചാരിക്കുന്നത് അവിടുത്തെ നല്ലതാണ്, നമ്മുടെയും നല്ലതാണ്. നമ്മുടെ ഇപ്പം മോശമൊന്നല്ല, പക്ഷെ കുറേ കൂടെ ഫുഡിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം കോഴിക്കോടത്തെ ഫുഡ്, അതുപോലെ പറയാനാണെങ്കിൽ ഓരോ സ്ഥലത്തെ ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ ഫുഡ് ഇപ്പൊ കോട്ടയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫീലാണ്. പാലക്കാട് പോയി അവിടുത്തെ പച്ചക്കറികളൊക്കെ കഴിക്കാൻ വേറൊരു സ്റ്റൈലാണ്. കണ്ണൂർ പോയിട്ട് കഴിക്കുന്നത് തലശ്ശേരി, ഇപ്പൊ കണ്ണൂർ തന്നെ കണ്ണൂർ വേറെ സ്റ്റൈലിൽ കഴിക്കാം, തലശ്ശേരി വടകര ആ സ്ഥലത്ത് വേറെ, മാഹിയിലോട്ട് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമാണ്. അപ്പൊ എല്ലാ സ്ഥലത്തെയും ഭക്ഷണത്തിന് അതിൻ്റെതായ ഒരു പ്രാദേശികമായിട്ടുള്ള ഇതെല്ലാം അവിടുത്തെ ഒരു നമ്മൾ ജനിച്ചു വളരുന്ന ആ ചുറ്റുപാടും അവിടെ എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് വന്നത് അങ്ങനെ വന്നതാണ്. ആ എരിവിന്റെ അളവൊക്കെയാണല്ലോ, എരിവും പുളിയും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് എൻ്റെ മെയിൻ സംഭവം. മെയിൻ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഏകദേശം ഒന്നാണ്. മിക്കതും ഒന്ന് തേങ്ങ അല്ലെ തേങ്ങാപ്പാല് ഒരു സംഭവമാണ്. ബാക്കിയെല്ലാം കുരുമുളക്, നമുക്ക് കിട്ടുന്ന സുഗന്ധദ്രവ്യങ്ങളും വ്യഞ്ജനങ്ങളും എന്ന് വെച്ചാൽ ഇപ്പോൾ ഏലക്കയും പട്ടയും ഗ്രാമ്പും പെരുംജീരകം, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. ഈ സാധനത്തിന്റെ ഒരു മാജിക്കാണ്. ഇതിനകത്ത് ചിക്കനോ താറാവോ കോഴിയോ ആടോ മാറുന്നതല്ലാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ സെയിം ഇൻഗ്രീഡിയൻസും സെയിം ആയിട്ടുള്ള പ്രൊഡ്യൂസും വെച്ചിട്ട് ഇത്രയധികം വ്യത്യസ്തമായിട്ട് വേറൊരു സ്ഥലത്തില്ല. ഇപ്പം നമ്മളിപ്പോ യൂറോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇപ്പൊ ഫ്രാൻസ് ഒരു ക്വിസിനായിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് ക്വിസിൻ ഭയങ്കര അവിടെ ഇപ്പൊ ഉള്ള സാധനം അതിപ്പോ ഒരു ഫിഷ് ആൻഡ് ചിപ്സ് അവരുടെ നാഷണൽ. അത് നിങ്ങളത് ബർമിംഗ്ഹാമിൽ പോയി കഴിച്ചോ, ലണ്ടനിൽ പോയി കഴിച്ചോ, കാർഡിഫിൽ കഴിച്ചോ, മാഞ്ചസ്റ്ററിൽ പോയിക്കോ, എല്ലാം സെയിം ആണ്. പക്ഷെ നമ്മുടെ ഒരു മീൻകറി ഇപ്പൊ ആലപ്പുഴയിൽ കിട്ടുന്ന ഒരു മീൻകറി, അപ്പൊ അവിടുന്ന് ഒരു മീൻ എടുത്തിട്ട് അവർ മാങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആ മീൻകറി അത് നേരെ തലശ്ശേരി ചെല്ലുമ്പോൾ തേങ്ങ അരച്ചിട്ട് വേറെ സ്ഥലം മത്സ്യക്കറിയാണ് അല്ലേ. ഒരേ ഫിഷ്, ഒരേ ഇൻഗ്രീഡിയൻ, ഒരേ തേങ്ങയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും യാതൊരുവിധ സാമ്യവോ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ കമ്പാരിഷൻ ഇല്ലാത്ത രീതിയിൽ ഓരോന്നിനും അതിന്റെ യൂണിക്കായിട്ടാണ് ഇവരെല്ലാം കുക്ക് ചെയ്യുന്നത്. എനിക്ക് ഇത്രയും അത്ഭുതം തോന്നിയത് നമ്മളിതൊന്നും ഇത് എത്രയോ വർഷങ്ങളായിട്ട് കൊണ്ടുവന്ന ഒരു ചെറിയൊരു സംസ്ഥാനത്തെ ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുടെ ഇടയിൽ ഇത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ജില്ലാ അടിസ്ഥാനത്തിൽ പോലും നമുക്ക് വ്യത്യസ്തമായ കൾച്ചർ ഓഫ് ഫുഡ് ഉണ്ടെന്നുള്ളതാണ്.